വിശുദ്ധ മത്തായി സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 38 വചനങ്ങളിൽ വചനം മനസ്സിലാക്കുകയാണ്. നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ശേഖരിക്കപ്പെടുന്ന നല്ല വിളകളായി നല്ല ഫലങ്ങളായി മാറണമെങ്കിൽ നമ്മെ പരിപാലിക്കാനും ദൈവരാജ്യത്തെ സുവിശേഷം പഠിപ്പിക്കാനും അറിയിക്കാനും ദൈവം വേലക്കായി അയക്കുന്ന ദൈവത്തിൻ്റെ വേലക്കാർ ശുശ്രൂഷകർ ആവശ്യമാണ്. അതിനാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഈ വചനങ്ങൾ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാം. വിളവെന്നാൽ നമ്മൾ ഓരോരുത്തരുമാണ്, നമ്മുടെ നല്ല ഫലങ്ങളാണ്. വിളഭൂമി ഈ ലോകമാണ്. വിളവിറക്കുന്നതും വിളവെടുക്കുന്നതും വിളവിൻ്റെ നാഥനായ ദൈവമാണ്. വിളകളായ നമ്മെ ദൈവരാജ്യത്തിന് സുവിശേഷം അറിയിച്ചും പഠിപ്പിച്ചും കൂദാശത്തൊന്നും ദൈവീയ അനുഗ്രഹങ്ങൾക്ക് യോഗ്യരാക്കി തീർക്കാനുമായി, അങ്ങനെ നമ്മെ പരിപാലിക്കാനും പരിപോഷിക്കാനായി ദൈവം അയക്കുന്നവരാണ് ദൈവത്തിൻ്റെ വേലക്കാർ, നമ്മുടെ ശുശ്രൂഷകർ. അവരെ ദൈവം ധാരാളമായി അയച്ചാലാണ് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ മക്കളായി ദൈവത്തെ തിരഞ്ഞെടുക്കപ്പെടുന്നവരായി മാറാൻ സാധിക്കുക. അതിനാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈശോ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയും ഇടയിലില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നിയെപ്പറ്റിയും അതിനാൽ വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ശിഷ്യന്മാരോട് പറയുന്നതും വചനം നമുക്ക് കാണാൻ സാധിക്കും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയാനും പഠിക്കാനും അനുസരിക്കുന്നവരുമായി മാറുവാനുമായിട്ട് ദൈവത്തിൻ്റെ വേലക്കാരെ ദൈവം അയച്ചില്ലെങ്കിൽ നാം അറിയാതെ നിസ്സായരായി മാറിയേക്കാം. നമ്മിൽ അഞ്ഞതുപോലെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ക്ഷണം നഷ്ടപ്പെട്ടു പോയേക്കാം. അതിനാൽ വിളഭൂമിയായ നമ്മുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ വേലക്കാരെ അയക്കാനും നമ്മളും ദൈവത്തിൻ്റെ വേലക്കാരായി മാറാനുള്ള കൃപയ്ക്കായിട്ട് വിളവിൻ്റെ നാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കുമായി സുവിശേഷം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമത്വമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.